ഇതിപ്പോൾ നേതൃത്വവുമായുള്ള അകൽച്ചയ്ക്കിടെ അടിയന്തരാവസ്ഥയും ഇന്ദിരാഗാന്ധിയെയും വിമർശിക്കുകയാണ് ശശി തരൂർ. ഇന്ദിരയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചെന്നാണ് ദീപികയിലെ ലേഖനം. സഞ്ജയ് ഗാന്ധിയുടെ പ്രവൃത്തികൾ കൊടും ക്രൂരതയുടേതായിരുന്നുവെന്നും ഇപ്പോൾ ജനാധിപത്യ ഇന്ത്യയെന്നും ലേഖനത്തിൽ പറയുന്നു. അതേസമയം ശശി തരൂർ പങ്കുവച്ച മുഖ്യമന്ത്രി സാധ്യതാ സർവേ തള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ. മനഃപൂർവ്വം സർവേ നടത്തിക്കുന്നുവെന്ന് അടൂർ പ്രകാശും മുഖ്യമന്ത്രിയാകാൻ അർഹൻ താനാണെന്ന് പറഞ്ഞത് ബലപ്പെടുത്താൻ തനിക്കും സർവേ സംഘടിപ്പിക്കാമെന്ന് എം ഹസനും പറഞ്ഞു. പ്രതികരണമൊന്നും കേട്ടുവരാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനം കൈക്കൊള്ളുന്നത് UDFO അല്ലെങ്കിൽ അംഗങ്ങളിലല്ല. സർവേ പല ആളുകൾ നടത്തുന്നുണ്ട്, പല തരത്തിലുമുണ്ട്. ചില ആളുകൾ മനഃപൂർവ്വമായി സർവേ നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ശ്രമം നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി, പുറത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. യാതൊരു വിധത്തിലുള്ള ആധികാരികയും ഈ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നില്ല. അതൊക്കെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുക്കും. ഒരു സർവേയുടെ വിവരം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സർവേയുടെ ഫലത്തെക്കുറിച്ച് നമ്മളാരും സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരും വരും, ഒരു സംശയമില്ല. കാരണം അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും പ്രമുഖരായിട്ട് നേതാവാണ്. അത്തരം ഒരു സർവേയുടെ ഫലം പുറപ്പെടുവിക്കുന്നത് ആ ഏജൻസി ആയാൽ അതിന് നമുക്ക് വിശ്വാസം കൂടും. അപ്പം ഞാൻ നാളെ പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അർഹനാണ്, യോഗ്യനാണ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ ബലപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു മാധ്യമം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനൽ നടത്തുന്ന സർവേയിൽ എൻ്റെ പേര് രണ്ടാമതോ മൂന്നാമതോ വന്നാൽ എനിക്ക് അവകാശപ്പെടാം. നോബൽ മാരിക്കാരനുണ്ട്, ഒപ്പം അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ നോബലിലേക്ക് പോകുന്നു. നോബൽ, ഇപ്പോൾ ദീപികയിൽ വന്ന ലേഖനം വീണ്ടും കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാക്കുമല്ലോ. ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കർക്കശ മനോഭാവം പൊതുജീവിതത്തിൽ ഭയാനകമായ സാഹചര്യം ഉണ്ടാക്കി എന്ന് പറയുന്നു. മാത്രമല്ല, ഇപ്പോഴുള്ള ഇന്ത്യ ജനാധിപത്യ ഇന്ത്യയാണെന്ന് പറയുന്നു. ഏത്? മോദി ഭരിക്കുന്ന ഇന്ത്യ. ഇന്ദിരാഗാന്ധിയെ കുറ്റം പറയുന്നു, മോദിയുടെ ഭാരതത്തെ പുകഴ്ത്തുന്നു. ശശി തരൂർ ഇത് എന്ത് ഭാവിച്ചാണ് നോബൽ? കോൺഗ്രസുമായുള്ള തരൂരിന്റെ അകൽച്ച വർദ്ധിക്കുകയാണ് എന്ന് വേണം ഈ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ പല ഘട്ടങ്ങളിലും സമാനമായി തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആക്കുന്ന നിലപാടുകൾ ശശി തരൂർ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടും സമാനമായി തന്നെ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് തരൂർ തന്നെ രംഗത്തേക്ക് വരികയാണ് ഈ ലേഖനത്തിലൂടെ. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട്, അതായത് അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ എന്ന പേരിലാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. ഈ ലേഖനത്തിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഇതിൽ ശശി തരൂർ നേരത്തെ ദീപികയിൽ എഴുതിയ ലേഖനം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സർവേ റിപ്പോർട്ടും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് വി ഡി സതീശൻ ഇപ്പോൾ പ്രതികരിച്ചത്. നേരത്തെ എം ഹസനും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുകയും ഒപ്പം നരേന്ദ്രമോദിയുടെ ഭാരതം ജനാധിപത്യ ഭാരതമാണെന്ന് പറയുകയും ചെയ്തതിലൂടെ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ടോ തരൂർ? അരുൺ, തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുക കൂടി ചെയ്യുകയാണ് ഈ ലേഖനത്തിലൂടെ ശശി തരൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സന്ദേശം കൃത്യമാണ്. കോൺഗ്രസ് നിന്ന് അകലുന്നു, BJPയോട് അടുക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു കോൺഗ്രസിന്റെ നേതാവ് ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയും ഒപ്പം സഞ്ജീവ് ഗാന്ധിയും ഒന്നും ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് പരസ്യമായ ലേഖനവുമായി രംഗത്തേക്ക് വരേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് നമുക്ക് കൃത്യമായി തന്നെ അറിയാൻ കഴിയും. അടിയന്തരാവസ്ഥക്കാലത്ത് വന്ധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ സഞ്ജയ് ഗാന്ധി എടുത്ത തീരുമാനങ്ങൾ, അതോടൊപ്പം തന്നെ ദില്ലിയിലെ ചേരികൾ ഇടിച്ചു പൊളിച്ചത്, പാവപ്പെട്ടവർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെടുത്തിയ കാര്യം, ഒപ്പം ജനാധിപത്യ മൂല്യങ്ങൾ അടിച്ചമർത്തിയത്, അതോടൊപ്പം തന്നെ ഈ പത്രസ്വാതന്ത്ര്യം ഇല്ലാതാക്കിയത്, പ്രതിപക്ഷ നേതാക്കളെ തടവിലാക്കിയത്, എല്ലാ കാര്യത്തെയും പൂർണ്ണമായും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ ഈ ലേഖനം എന്താണെങ്കിലും വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ അടിയന്തരാവസ്ഥയുടെ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അത് കൃത്യമായി BJP ഓർമ്മിപ്പിക്കുന്ന ഈ കാലത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തക സമിതി അംഗങ്ങളിൽ ഒരാൾ, കോൺഗ്രസിന്റെ MP, മുൻ കേന്ദ്രമന്ത്രി, ഈ പദവികളിലൊക്കെ ഇരുന്നയാൾ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ വലിയ തരത്തിൽ ക്ഷതമാക്കുക മാത്രമല്ല വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും കൂടി ചെയ്യുകയാണ്. പക്ഷേ നേതൃത്വം നേരത്തെ ഇതിൽ കേരളത്തിലെ നേതൃത്വം നേരത്തെ വി ഡി സതീശൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. എന്നാൽ അതേസമയം തന്നെ തിരിച്ച് എം ഹസനും അടൂർ പ്രകാശും അടക്കമുള്ള നേതാക്കൾ സർവേയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, താൻ നടത്തിയ സർവേ, അതായത് തനിക്ക് വേണ്ടി നടത്തിയ സർവേ എന്ന മട്ടിലാണോ എം ഹസനും അടൂർ പ്രകാശും ശശി തരൂരിന്റെ സർവേ റിപ്പോർട്ടിനെ ഇപ്പോൾ കണക്കാക്കുന്നത്? പരിഹാസമാണല്ലോ എം ഹസന്റെ വാക്കുകളിൽ.
അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ്. പൂർണ്ണമായും ശശി തരൂരിനെ തള്ളുകയാണ് കോൺഗ്രസ് നേതാക്കൾ. പ്രധാനമായും UDF കൺവീനറായ അടൂർ പ്രകാശ്, മുൻ കൺവീനറായ MM ഹസൻ എന്നിവർ പൂർണ്ണമായും ശശി തരൂരിനെ തള്ളുകയാണ്. മാത്രവുമല്ല, പരിഹാസ രൂപേണ തന്നെയാണ് ഇവർ പ്രതികരിച്ചതും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ താനാണ് യോഗ്യൻ എന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു ദേശീയ നേതാവ് സ്വയം പറയുക, അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുക എന്നത് പരിഹാസമാണ് എന്ന് തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാവാണ് എന്ന നിലക്ക് സ്വാഭാവികമായും അടൂർ പ്രകാശ് കൂടുതൽ നിയന്ത്രിക്കണം എന്ന് അടൂർ പ്രകാശ് കൃത്യമായി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ചിലർ മനഃപൂർവ്വം സർവേ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ പുറത്തു പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നത്. മാത്രവുമല്ല, അത്തരം പ്രതികരണങ്ങൾ അനാവശ്യമാണ് എന്നും അടൂർ പ്രകാശ് പറയുന്നുണ്ട്. ഒരു പടി കൂടി കടന്നാണ് MM ഹസന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏത് ഏജൻസിയാണ് സർവേ നടത്തുന്നത് എന്ന് ശശി തരൂർ പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയുള്ള സർവേ നടത്തിയാലും ശശി തരൂർ തന്നെയായിരിക്കും യോഗ്യൻ. നാളെ മുഖ്യമന്ത്രിയാകാൻ അർഹൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രംഗത്തെത്തുകയാണെങ്കിൽ അതിനെ സാധൂകരിക്കാനുള്ള ചില സർവേകൾ എനിക്കും പങ്കുവെക്കാൻ കഴിയുമെന്ന് MM ഹസൻ പറയുന്നുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും ശശി തരൂരിനെ തള്ളുകയാണ്. അതോടൊപ്പം തന്നെ തരൂരിന്റെ നീക്കത്തെ പരിഹസിക്കുകയാണ് UDF. ഒരു നിമിഷം.